എന്താ പന്തം കണ്ട പോലെ കുതിര കണ്ടിട്ടില്ലേ? നാരായണേട്ടൻ ശ്രദ്ധിച്ചോ? അതിവിടെ വാടകയ്ക്ക് കൊടുക്കണ കുതിരല്ലേ? കുതിരയല്ല, കുതിരപ്പുറത്ത് പോയ പെൺകുട്ടിയെ. ഓ അത് ശരി. അപ്പൊ കുതിരയല്ല, പെണ്ണിനെ നോക്കിയല്ലേ? വല്ല മാർവാടികളെ അടിച്ച് പല്ല് തെറിപ്പിക്കും. മാർവാടി എങ്ങനെ മനസ്സിലായി? മാർവാടി അല്ലെങ്കിൽ വല്ല തമിഴ് വട്ടന്മാർ. അതെങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താക്കന്മാരോ? ഓ ഭർത്താവുണ്ടെന്ന് മനസ്സിലായി? ഓ എനിക്ക് വയ്യ, എന്നെ പുറത്ത് വട്ടു പിടിപ്പിക്കാതെ. വട്ടു പിടിപ്പിക്കണല്ലോ, കുറച്ച് നേരത്തെ ഉണ്ടല്ലോ. കൂടട്ടെ. കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു, കേറിക്കോ. നല്ല ഒന്നാന്തരൊരു വീടുണ്ടാക്കിയിട്ട് ലോഡ്ജ് മുറി പൂട്ടി പോകുന്ന പോലെ. കഷ്ടം. എന്നാ പിന്നെ പൂട്ടാതെ വരാം. പൂട്ടാതെ പോണെങ്കിൽ അകത്ത് ആളുണ്ടാവണം. ഒരു ഉടുമുണ്ടായിട്ട് മദ്രാസിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ നില വരെ എത്തി. ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല. യോഗം കേറ്. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. ഓ ഇതൊരു യോഗം. താനെന്തിനാ പെട്ടിയെടുത്തത്? അയാളോട് പറഞ്ഞ പോരെ? സാറില്ല സാർ, സാറിന്റെ പെട്ടിയെടുത്തെന്ന് കരുതി എനിക്കത് കുറച്ചില്ല. ഒരു ചായ ഒഴിക്കട്ടെ സാർ? ആയിക്കോട്ടെ. ആ കപ്പൊന്ന് കഴുകിയെടുക്കണോ? കഴുകി വെച്ചിരുന്നാണ് സാർ. ഒന്നുകൂടി വൃത്തിയായി കഴിയാനൊന്നും ദോഷമൊന്നുമില്ലല്ലോ. സാരമില്ല സുധാരൻ ഇരിക്കേ. വേണ്ട സാർ, ഞാൻ ഒന്നോളാം. ഇരിക്കടോ. സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്കിരിപ്പുറക്കില്ല. പിന്നെ മിത്ര കൺസ്ട്രക്ഷൻസിന്റെ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവരുടെ മാനേജർ രാവിലെ വിളിച്ചിരുന്നു. നമുക്കത് കൊടുക്കാലോ അല്ലേ? നമുക്ക് ക്യാഷ് ബാലൻസ് അധികമില്ല. 20-ാം തീയതി കുറിയുടെ ക്യാഷിന് പാർട്ടി വന്നിരുന്നു. ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി സമ്മതിച്ച പ്രശ്നമില്ല. ഇത്രയ്ക്ക് 10 lakhs മതി. പക്ഷേ നമുക്ക് ക്യാഷിന് കുറച്ച് ടൈറ്റ് ഉണ്ട്. സാറിന് വീട് വാങ്ങാൻ പെട്ടെന്ന് 22 lakhs നമ്മൾ മറിച്ചപ്പോ ആകെ ടൈറ്റായി. കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. മിത്ര കൺസ്ട്രക്ഷൻസ് പോലുള്ള വലിയ കൺസേണുമായിട്ട് ബിസിനസ് റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അതറിയാം സാർ. എങ്ങനെയും ശരിയാക്കാം. ഹോട്ടലിലെ ക്യാഷ് പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. മാനേജർ ഓഫീസിലുണ്ടോ? ഉണ്ട് സാർ. ആന്റണി, നമ്മുടെ ക്യാഷ് ബാലൻസ് എങ്ങനെയാ? ഉണ്ടാവും സാർ. ഒരു 6-7 രൂപ ഉണ്ടാകും. ഇവിടെ അത്യാവശ്യം വല്ലതും ഉണ്ടോ? മറ്റന്നാൾ ബാങ്ക് ലോൺ അടക്കേണ്ട ഡേറ്റ് ആണ്. ഓ, പിന്നെ ബാക്കി 2-3 രൂപ ഉണ്ടാവും. അർജന്റായിട്ടൊരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യും? ഓടിപ്പിടിച്ചാ വീട് വാങ്ങിയതാ പ്രശ്നമായത്. 10-22 ലക്ഷം രൂപയല്ലേ ബ്ലോക്ക് ആയത്. എന്നായാലും ഒരു വീട് വേണ്ടേ സാർ? ഓ, വീടുണ്ടായിട്ടില്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. എനിക്കിവിടെ ഒരു മുറി ഉണ്ടായ പോരെടോ. ഇനി അത് പോരല്ലോ. സാറ് മാരേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞതൊക്കെ? ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് അറിഞ്ഞാ എന്റെ നാട്ടില് നല്ലൊരു കുട്ടിയുണ്ട്. താനിപ്പോ ദല്ലാൾ പണിയൊന്നും എടുക്കണ്ട. ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിനാ ശമ്പളം തരുന്നത്. അപ്പേ ഇനി ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി ചോദിക്കാൻ പോവാ. എന്താ? ഇത്ര നാളും വീടാവട്ടെ വീടാവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചു. ഇപ്പൊ വീടായി. എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കൊടുന്ന് കഴിക്കാന്നാ വിചാരം? വേണ്ട, നമുക്കൊരു കുക്കിനെ വെക്കാം. കുക്കർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ കുക്കറിന് ഒരു കുടുംബാവൂ. അതിന് കുടുംബത്തിൽ പെണ്ണെന്നെ വേണം. അതിപ്പോ എന്റെ കുഴപ്പമാണോ? പിന്നെ എന്റെ കുഴപ്പമാണോ? പിന്നെ ആരുടെ കുഴപ്പാ? എന്റെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിക്കുന്നില്ല. പറയാനും അന്വേഷിക്കാനും ബന്ധുക്കളും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഫോട്ടോ കാണിച്ചു തന്ന പെൺകുട്ടിക്ക് എന്താ കുഴപ്പം? എന്റെ നാരായണേട്ടാ, അതൊരു ചെറിയ കുട്ടിയല്ലേ? 19 വയസ്സെന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാ. അതിന് ഇദ്ദേഹം അവിടെ മൂത്ത് നരച്ചിരിക്കുക. ആ കുട്ടിക്ക് ഒരു 10-26 വയസ്സുള്ള ചെറുപ്പക്കാരനെ ചേരില്ല ഒന്ന് പോയി കണ്ടില്ലല്ലോ. ഫോട്ടോ നോക്കിയാണോ ചേർത്ത് നിശ്ചയിക്കണേ? ഒന്ന് പോയി കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാരിത്രം ഒന്നും നഷ്ടപ്പെടില്ല. ശരി, പോയേക്കാം. നാളെ തന്നെ പോയേക്കാം. വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ചേരണ്ട പോലെ ചേർത്ത് തരണേ ഭഗവാനെ. ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് എടുത്തോ.
ലെഫ്റ്റ് 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 ഇടത്തോട്ടാ പോണ്ടത്. ഇങ്ങനെ ഒരു വഴിയുണ്ട് നാരായണ. ഇങ്ങനെ പോയാ എങ്ങനെയാ? നമുക്കൊന്ന് പോയി നോക്കാൻ നാരായണേട്ടാ. അല്ല, നമ്മൾ എവിടേക്കായി പോണേ? പെണ്ണിനെ കാണാനല്ലേ? ആ ആ ആ. പിന്നെയും ഇങ്ങോട്ട് തിരിഞ്ഞു. എനിക്കറിയാൻ പാടില്ലേ? എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ്. ഓ, എന്താ ഇവിടെ നിർത്തി? നമുക്ക് നോക്കാം. എന്താ ഇവിടെ? കണ്ടില്ലേ? ഇല്ല. റെസ്റ്റോറന്റ്. നമുക്കൊരു ചായ കുടിക്കാം. നമ്മളിപ്പോ ചായ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായയും കൂടെ കുടിക്കേണ്ടി വന്നാ കുടിക്കണ്ടേ? വാ. എന്റെ ജോലി ഉറക്കം തന്നെയാ. അമ്മ ചീത്ത പറഞ്ഞ് മടുത്തു. പകലിടന്നുറങ്ങിയ ബന്നു പോലെ വീർക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കണേ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിപ്പോയാ മതിന്നാ. പിന്നെ കുറച്ചാള് അയാളെ ഇട്ട് തട്ടിക്കളിക്കാലോ. നല്ല കാര്യായി. വല്ല മുട്ടാളന്മാരും ആണെങ്കി ഇടി കൊണ്ട് എല്ലൊടിയും. അപ്പൊ നമ്മുടെ കൈ എന്താ? മാങ്ങ പറിക്കാൻ പോവോ? ചേച്ചിമാരുമായി ഗുസ്തി കൂടി നല്ല പരിചയ. വേറൊന്നും വേണ്ട, 2 ഐസ്ക്രീം. ഓക്കെ മാഡം. 2 ചായ. സർ. അപ്പൊ എന്ത് മനസ്സിലായി? മനസ്സിലാവേ? എന്ത്? മലയാളമാണ്. മലയാളാണെന്നോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞിട്ടില്ല. ആരുടെ? ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഇഷ്ടാനിഷ്ടം. എനിക്കും. ചന്ദ്രക്കലയാണോ, കുരിശാണോ, ശംഖാണോ? സമയം വേണം. വേണ്ട, ഞാൻ പിടിച്ചുതരാം. ഒന്ന് പ്രത്തിരി. എന്തിന്? ഒന്ന് പ്രത്തിരി. ഒന്ന് പ്രത്തിരിക്കാൻ പറഞ്ഞത് കേട്ട. അയ്യോ, ഇരിക്കേ. നശിപ്പിച്ചല്ലോ. ഞാനൊന്ന് നോക്കിയുള്ളൂ. വാ. എനിക്ക് അപ്പോഴേ അറിയാം നശിപ്പിക്കുന്നു. ഇതിപ്പോ നളചരിതത്തിലെ അരയനത്തെ പോലെ തെന്നി മാറിപ്പോകുന്നു ഞാൻ വിചാരിച്ചു. നമുക്ക് നോക്കാന്നേ. എവിടെ എവിടെ നോക്കാൻ? വെറുതെ നോക്കാം. ആ അരയനം നമുക്കുള്ളതാണ്. നമ്മൾ പിടിക്കും. വണ്ടി എടുക്ക്. അത് പോയി എനിക്ക് കിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് കണ്ടുപിടിക്കാം. ഞാനല്ലേ പറയണേ. ഒന്ന് മെല്ലപ്പോ. സ്പീഡിൽ ഓടിച്ചിട്ട് എന്താ കാര്യം? കണ്ടുപിടിക്കണ്ടേ? നിർത്താൻ. റിവേഴ്സ് എടുക്ക്.
വീടൊപ്പം ചെന്ന് നോക്കാം. എന്നിട്ട് നേരിട്ട് എന്നിട്ട് പേരെന്താ, നാളെന്താ, ജാതി എന്താന്ന് അങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് കിട്ടാനുള്ള കൈയോടെ വാങ്ങിക്കാം. വല്ല വീട്ടിലും കയറി ചെന്ന് പെണ്ണേതാ നാളേതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ആമ്പിളരുണ്ടെങ്കിൽ കൈയോടെ കിട്ടും. ഓ അത് ശരിയാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഉം. ഏതായാലും വീട് മനസ്സിലായല്ലോ, നമുക്കൊരു ആളെ ഇവിടെ അന്വേഷിപ്പിക്കാം. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല.